നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൾഫയ്ക്കടുത്തുള്ള വനമേഖലയിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കേണ്ടി വന്നെന്നാണ് ഇറാൻ വാർത്താ ഏജൻസി വിശദീകരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന സർക്കാർ അറിയിപ്പല്ലാതെ വിശദവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപകടം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഹെലികോപ്റ്റർ കണ്ടെത്താനായിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പ്രസിഡന്റിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറാനികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇറാൻ വാർത്താ ഏജൻസിയായ ഫാർസ്. അതേസമയം അപകട സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണെന്ന് അധികൃതരെ ഉദ്ധരിച്ച് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ 49 മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന്. ഉത്തർപ്രദേശിലെ 14, മഹാരാഷ്ട്രയിലെ 13, പശ്ചിമ ബംഗാളിലെ 7, ബീഹാറിലെ ഒഡീഷയിലെ 5, ജാർഖണ്ഡിലെ 3, ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും 1 വീതവും മണ്ഡലങ്ങളിലേക്ക് ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടും. ഒഡീഷയിലെ 35 മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും ഇതോടൊപ്പം പോളിംഗ് നടക്കും. AAPയുടെ വളർച്ച മോദിയെ ഭയപ്പെടുത്തുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാൾ. കേജ്രിവാളിൻ്റെ PA വൈഭവ് കുമാറിൻ്റെ അറസ്റ്റിനെതിരായി BJP ദേശീയ ആസ്ഥാനത്തേക്ക് ആദ്മി പാർട്ടി നടത്തിയ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ നേതാക്കളെയും മോദിക്ക് അറസ്റ്റ് ചെയ്യാമെന്നും താൻ ആദ്യം പോകുമെന്നും കേജ്രിവാൾ പറഞ്ഞു. AAPയുടെ ബാങ്ക് അക്കൗണ്ടുകൾ വൈകാതെ മരവിപ്പിക്കും. AAPക്കുള്ളിൽ ഒരു ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുകയാണെന്നും കേജ്രിവാൾ ആരോപിച്ചു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയതായി കാലാവസ്ഥാ വകുപ്പ്. മെയ് 31 കേരളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ബംഗാൾ ഉൾക്കടലിൽ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ മഴ. അതേസമയം കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് 22 വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ അറിയിപ്പ്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ അടുത്ത 3 ദിവസത്തേക്ക് റെഡ് അലർട്ടും, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഒറ്റമഴയിൽ പെയ്ത വെള്ളത്തിൽ മുങ്ങി തലസ്ഥാനം. സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലെല്ലാം താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിലായി. ഉള്ളൂർ, മുക്കോലൈക്കൽ, കുളത്തൂർ, കുമാരപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. കൂടാതെ ചാലയിൽ കടകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. കാലാവസ്ഥാ വകുപ്പ് ഇടുക്കിയിൽ റോഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്കായി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകി. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ്, TTPC എന്നിവ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മെഡിക്കൽ കോളേജിൽ കൈക്ക് ഒടിവുള്ള രോഗിക്ക് കമ്പി മാറിയിട്ടെന്ന് ആരോപണം. എന്നാൽ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു പറഞ്ഞു. സാധാരണ ഇത്തരം ഒടിവുമായി എത്തുന്ന രോഗികൾക്ക് നൽകുന്ന സ്റ്റാൻഡേർഡ് ചികിത്സയും സർജറിയുമായി ഇവിടെയും നടന്നിട്ടുള്ളതെന്നും കൈയിലെ മുട്ടിന് താഴെ ഒടിവുണ്ടായതിനാൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ശസ്ത്രക്രിയ നടത്തി പ്ലേറ്റ് ഇടുകയായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൈയിലെ 6ാം വിരൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാനെത്തിയ 4 വയസ്സുകാരിയുടെ നാവിന് ശസ്ത്രക്രിയ ചികിത്സാ പിഴവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബിജോൺ ജോൺസനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് മെഡിക്കൽ കോളേജ് ACP പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇന്ന് മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ടെങ്കിലും അതിനുശേഷമായിരിക്കും ഡോക്ടറെ ചോദ്യം ചെയ്യുകയെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ചേർത്തലയിൽ ഭാര്യയെ നടുറോഡിൽ കുത്തിക്കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി രാജേഷിനെ പോലീസ് പിടികൂടി. രാജേഷിൻ്റെ കഞ്ഞിക്കുഴിയിലെ സ്വകാര്യ ബാറിൻ്റെ മുന്നിൽ നിന്നുമാണ് പിടികൂടിയത്. തിരുനെല്ലൂർ സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു അമ്പിളിയെയാണ് രാജേഷ് നടുറോഡിൽ കൊലപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം പണമടങ്ങിയ ബാഗും കൈക്കലാക്കിയെന്നാണ് രാജേഷ് കടന്നു കളഞ്ഞു. പിടിയിലായ രാജേഷിനെ സംഭവ സ്ഥലത്തും അമ്പിളിയുടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൺസ്യൂമർ ഫെഡിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരണ വകുപ്പ് ക്രമക്കേടുകൾ കണ്ടെത്തി. പ്രതിദിനം 15 കോടിയോളം രൂപയുടെ വിൽപ്പനയും വാങ്ങലും നടക്കുന്ന സ്ഥാപനമായ കൺസ്യൂമർ ഫെഡിൽ കഴിഞ്ഞ 6 വർഷമായി ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. എത്ര രൂപയ്ക്ക് സാധനങ്ങൾ എടുത്തെന്നോ എത്ര രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്നോ ചോദിച്ചാലും കൃത്യമായ കണക്കോ മറുപടിയോ ഇല്ലെന്നാണ് കണ്ടെത്തൽ.
സോളാർ സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതിന് പിന്നിൽ ഒത്തുതീർപ്പെന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സമരത്തിൽ എല്ലാ മുദ്രാവാക്യവും നടക്കണമെന്നില്ല. എത്ര കാലമായി ഇൻക്വിലാബ് വിളിക്കുന്നു, എന്നിട്ട് വിപ്ലവം ജയിച്ചു, അതുപോലെ എല്ലാം പെട്ടെന്ന് നടക്കണമെന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അവയവക്കടുത്ത സംഘത്തിലെ മുഖ്യ കണ്ണി കൊച്ചിയിൽ പിടിയിൽ. തൃശൂർ വലപ്പാട് സ്വദേശി ഷിബിത്ത് നാസർ എന്നയാളാണ് നെടുമ്പാശ്ശേരി വിമാനത്തിൽ പിടിയിലായത്. ഇരകളെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിദേശത്തേക്ക് കടത്തി വൃക്ക കച്ചവടമാണ് സംഘം നടത്തി വന്നിരുന്നത്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പിടികൂടിയ പ്രതി കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയി. കേരള പോലീസ് ദില്ലി എയർപോർട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുവരികയായിരുന്ന പോക്സോ കേസ് പ്രതിയാണ് തമിഴ്നാട് കാവേരിപ്പട്ടണം എന്ന സ്ഥലത്ത് വെച്ച് രക്ഷപ്പെട്ടത്. പത്തനംതിട്ട സൈബർ പോലീസ് പോക്സോ കേസ് വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയ പീഡന കേസിലെ പ്രതിയാണ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് വിവരം. ഇടുക്കിയിൽ 171 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മലമ്പനി, ജലജന്യ രോഗങ്ങൾ തുടങ്ങിയ പകർച്ചവ്യാധികളാണ് ഇടുക്കിയിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം 4 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചത്. 25 പേർ എലിപ്പനി സംശയിച്ച് ചികിത്സയിലുണ്ട്. ഡെങ്കിപ്പനിയും മലമ്പനിയും പരത്തുന്ന കൊതുകുകൾ പെറ്റുപെരുകാതിരിക്കാൻ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മലപ്പുറം കരുവാരക്കുണ്ട് DNO UP സ്കൂളിൽ ചട്ടവിരുദ്ധ നിയമനങ്ങൾക്കായി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ വൻ ക്രമക്കേട് നടത്തിയതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. വ്യാജരേഖയുണ്ടാക്കിയ അധ്യാപകർ അനധികൃതമായി ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയത് 1 കോടിയോളം രൂപയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പരാജയപ്പെടുത്താനുള്ള സംസ്ഥയുടെ പ്രവർത്തനമെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് സംസാരിക്കുകയായിരുന്നു തങ്ങൾ. വളരാൻ വേണ്ടി സുപ്രഭാതം നടത്തുന്ന മത്സരത്തിൽ ചിലർക്ക് അസൂയ സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രഭാതം ഗൾഫിൽ എത്തുന്ന ചടങ്ങ് ബഹിഷ്കരിച്ചവരെ ജനം ബഹിഷ്കരിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.